അതിയടാ എടാ ഇവിടെ എവിടെയാടാ നല്ല കോണ്ടിനെന്റൽ ഫുഡ് കിട്ടുന്നത്? അങ്ങനെ ആഫ്റ്റർ ലോട്ട്സ് പലച്ചിൽ നമ്മൾ ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് കോണ്ടിനെന്റൽ ഫുഡ് കിട്ടുന്ന ഒരു കഫേയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആഡ്രസ് കഫേ നന്ദൻകോടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈഗറാണ്. എപ്പിസോഡ് ഓഫ് ഹോട്ട്. ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് സീ ഫുഡ് ചൗഡ സൂപ്പാണ്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു സൂപ്പ് കണ്ടിട്ടില്ല. ലിറ്ററലി ഒരു ക്രാബ് തന്നെ ഇതിലുണ്ട്, സൈഡിൽ 2 പ്രോൺസും ഉണ്ട്. സോ ലെറ്റ് മീ ടേസ്റ്റ്. അടിപൊളി, ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് തോന്നി. നല്ല തിക്കും ക്രീമി ആയിട്ടുള്ള സൂപ്പാണ്. അതിൽ ക്ലാമിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് വരും, അതുപോലെ പ്രോൺസിൻ്റെയും ക്രാബിൻ്റെയും ഒക്കെ ഫ്ലേവർ മിക്സ് ആണ്. ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ഹഡൽസ് ലെമൺ മസ്റ്റേർഡ് എന്ന് പറയുന്ന ഐറ്റം. എൻ്റെ പ്രസൻറ്റേഷനിൽ ഇറ്റ് ലുക്സ് ടു ഗുഡ്. കാരണം അപ്സൈഡ് ഡൗൺ ആയിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ചിക്കൻ സ്ക്യൂവേഴ്സ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഗ്ലാസിൻ്റെ താഴെ സാലഡ്സ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ചുറ്റും ഒരു ഗാസ്ട്രോണോമിക് ഫോം ഉണ്ട്. ഈ ഫോം നമ്മൾ ആക്ച്വലി ലെമൺ വെച്ച് സ്ക്വീസ് ചെയ്ത് ടേൺ പിങ്ക്. ഇത് ഹഡിൽസിൻ്റെ തന്നെ എന്തോ സ്പെഷ്യൽ മസാല മിക്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റും ടെൻഡറും ജ്യൂസി ആയിട്ടുള്ളൊരു മസ്റ്റർഡ് ഐറ്റമാണ്. വാട്ട്സ് നെക്സ്റ്റ്? ദിസ് ഇസ് റോയൽ ചെഞ്ചലൈൻ ബർഗർ. നോർമൽ ബർഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോർമൽ ബർഗേഴ്സിനൊക്കെ അകത്ത് ഫാറ്റി ആയിരിക്കില്ല വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രൈം ചെഞ്ചലൈൻ സ്റ്റേക്കിൻ്റെ സ്ലൈസസ് ആണ് വെച്ചിരിക്കുന്നത്. എക്സാക്ട്ലി ഒരു സ്റ്റേക്ക് വെച്ച് സെയിം ഫീലിംഗ് ഈ ഒരു ബർഗർ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് വെറൈറ്റി ആയിട്ട് എന്ത് ഓർഡർ ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒലിവ് സ്റ്റഫ്ഡ് ചിക്കൻ എന്നൊരു ഡിഷ് കണ്ടത്. ഇത് ആക്ച്വലി ചിക്കൻ ബ്രസ്റ്റ് പീസസിൻ്റെ അകത്ത് ഒലിവും ഹാലപ്പിനോസും മഷ്റൂംസും എല്ലാം കൂടി സ്റ്റഫ് ചെയ്ത് വെച്ച ഐറ്റമാണ്. പിന്നെ പ്രസൻറ്റേഷൻ ഓരോ ഡിഷസിനും ഭയങ്കര രസമുള്ള രീതിയിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ചുറ്റുമുള്ള എല്ലാം എഡിബിളും കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ചിക്കൻ്റെ ഒലിവിൻ്റെ ഒരു കോമ്പിനേഷൻ, ഒരു വെറൈറ്റി ഫ്ലേവർ കിട്ടി കേട്ടോ. ഇറ്റ്സ് വെരി ഗുഡ്. കുടിക്കാൻ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സാംഗ്രിയ കണ്ടത്. അപ്പം ഞാനൊരു സാംഗ്രിയ ഓർഡർ ചെയ്തു. ഇത് ആക്ച്വലി ഒരു നോൺ ആൽക്കഹോളിക് വൈൻ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്. ഇതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ കട്ട് പീസസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രസന്റഡ് ബ്യൂട്ടിഫുള്ളി ടു. ഇതിനകത്ത് സ്ട്രോബെറീസ്, ആപ്പിൾ, ഓറഞ്ച്, അതുപോലെ ഗ്രേപ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ഒരു എക്സ്മസ് ടൈമിൽ പറ്റിയ എക്സ്മസ് ഡ്രിങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പോളോ അരസ്റ്റോ എന്ന് പറയുന്ന സ്പെഷ്യൽ ആയിട്ടൊരു ഡിഷാണ് കേട്ടോ ഞാൻ അടുത്ത് ഓർഡർ ചെയ്തത്. ഈ ഒരു ക്രിസ്മസ് ടൈമിന് ഒരു വെറൈറ്റി ഫ്ലേവർ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഡിഷാണ്. ഇതൊരു ഫുൾ ചിക്കൻ ലെഗ് പീസിൽ ഹെർബ്സും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്പൈസസും ഇൻഫ്യൂസ് ചെയ്തിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തതാണ് സംഭവം. ഇറ്റ്സ് റിയലി യമ്മി. സോ സീ ഫുഡ് വെച്ച് തുടങ്ങി സീ ഫുഡ് വെച്ച് തന്നെ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനൊരു സീ ഫുഡ് പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് പിദുവ. നിങ്ങളൊരു പാസ്ത ലവർ ആണെങ്കിൽ, കൂടെ നിങ്ങൾക്ക് സീ ഫുഡും ഇഷ്ടമാണെങ്കിൽ, രണ്ടിൻ്റെ ഒരു മിക്സഡ് ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതിനകത്ത് സ്ക്വിഡും അതുപോലെ പ്രോൺസും ഒക്കെ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫുൾ അങ്ങോട്ട് ക്രിസ്മസ് ലൈക്ക് സെറ്റിംഗും ഉണ്ട്. ഭയങ്കര ചിൽ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള വൈബിലിരുന്നാണ് ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചത്. ഹൈഡൽസ് കഫേ നന്ദൻകോട് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. കാരണം വെറൈറ്റി ഓഫ് ഡിഷസ് ആണ്, വെറൈറ്റി ഓഫ് കോമ്പിനേഷൻസ് ആണ്. ഭയങ്കര എന്താ പറയുക, ക്വാളിറ്റി വൈസ് ആയാലും പ്രസന്റേഷൻ വൈസ് ആയാലും ഓരോ ഡിഷസിനും അത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇവർ കുക്ക് ചെയ്തേക്കുന്നത്. സോ പ്ലീസ് ടു വിസിറ്റ് ഹിയർ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ വരുന്ന 24th അതുപോലെ 31st നൈറ്റ് നിങ്ങൾക്ക് കോണ്ടിനെന്റൽ ഡിഷസ് ട്രൈ ചെയ്യാൻ തോന്നുമെങ്കിൽ food will be having music night over here. Please do visit here. This is Pravika signing off from What's on Trivandrum. Bye bye.